ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള ഒരു തേങ്ങ ചമ്മന്തിയുടെ വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന തേങ്ങ ചമ്മന്തിയാണ്. മിക്സിയുടെ ജാറൊന്നും ഉപയോഗിക്കേണ്ട കേട്ടോ. മിക്സിയിൽ അരച്ചെടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ തേങ്ങ ചമ്മന്തി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു അരക്കപ്പ് മുതൽ 1/4 കപ്പ് വരെ, അരക്കപ്പ് തേങ്ങ മിനിമം എടുക്കുക. ഞാനിപ്പോൾ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തേങ്ങ എന്ന് പറയുമ്പോൾ 240 ml കപ്പിലാണ് മെഷർ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 12 ഉള്ളി എടുത്തിട്ടുണ്ട്. 12 ഉള്ളി തന്നെ എടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉള്ളിയുടെ ടേസ്റ്റാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി, പിന്നെ വേണ്ടത് കറിവേപ്പില, പിന്നെ നമുക്ക് വറവിടാനുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പും കൂടി. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉള്ളി ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. ഇതിൽ ഉള്ളി ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ കറക്റ്റ് ആവില്ല. അപ്പോൾ റൗണ്ടിൽ കനം കുറച്ച് ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാം. ഇത് മിക്സിയിൽ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഉള്ളി ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. ആദ്യം നമുക്കൊരു കുറച്ച് വലിയ ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ കൂടെ തന്നെ നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ച് ഇതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ. ഉള്ളിയിൽ നിന്നുള്ള ആ ഒരു നീരൊക്കെ പുറത്തേക്ക് വരാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഉള്ളിയിൽ നിന്നുള്ള ആ ഉള്ളിയുടെ ആ ഒരു നീരൊക്കെ പുറത്തേക്ക് വരും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ തേങ്ങ ചിരവിയതും ഉള്ളിയും ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. ഇതിലാണ് നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് സമയം എടുക്കും മിക്സ് ചെയ്ത് നന്നായിട്ട് റെഡിയായി വരാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുക. ഓരോന്നും സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കരുത്, പതുക്കെ ചേർക്കാം. ഞാനിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ആ കറിവേപ്പിലയുടെ ഫ്ലേവറും ഇതിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയുടെയും ആ ഒരു നനവും ഉണ്ട്. കറിവേപ്പിലയിൽ നിന്ന് ഒരുപാട് വെള്ളമൊന്നും വരില്ല, പക്ഷേ കറിവേപ്പിലയുടെ ഫ്ലേവറും അതുപോലെ ഉള്ളിയുടെ നനവും തേങ്ങയുടെ നനവും കൊണ്ട് നമ്മുടെ ചമ്മന്തിയിൽ നിന്ന് നന്നായിട്ട് ഇത് കണ്ടോ അതുപോലെ വെള്ളം വന്നു തുടങ്ങും. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി, നിങ്ങൾക്ക് പുളി കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ കറക്റ്റ് അളവിലാണ് പുളി ചേർക്കുന്നത്. ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ ഇത് കണ്ടോ കുരുവില്ലാതെ പുളി ചേർക്കുക. പുളി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് മാത്രം നമ്മൾ മുളക് പൊടി ചേർക്കാം കേട്ടോ. ആദ്യമേ തന്നെ മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്യരുത്. ഈ തേങ്ങയിലേക്ക് പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നതിന് ശേഷം മാത്രം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, കാശ്മീരി ചില്ലി പൗഡർ അല്ല. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചമ്മന്തിയുടെ കളറ് മാറിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാതെ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഈസി റെസിപ്പികളൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പോൾ നമുക്ക് വീട്ടിൽ കറണ്ട് ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കാം, കഞ്ഞിയുടെ കൂടെ കഴിക്കാം, ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാം, ദോശയുടെ കൂടെ കഴിക്കാം. എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്. എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. കുറച്ച് ഉള്ളിയും കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പുളിയും ഉപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത് കണ്ടോ നമ്മൾ തേങ്ങ ആദ്യം ചേർത്തപ്പോൾ ഉള്ള ആ ഒരു ടെക്സ്ചറല്ല വ്യത്യാസം വന്നു തുടങ്ങി. തേങ്ങയൊക്കെ നന്നായിട്ട് കുഴഞ്ഞു തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ അളവിൽ തന്നെ ചേർക്കണം എന്നൊന്നുമില്ല. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നത് ആ പുളിയും എരിവും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുളക് പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചമ്മന്തിയുടെ പരിപാടി. പക്ഷേ പച്ച മുളക് പൊടിയാണ്
എരിവുള്ള മുളക് പൊടിയാണ്. നമുക്കൊരു പച്ചക്കുത്തലുണ്ടാവും. അത് മാറ്റാനായിട്ട് നമ്മൾ വേറെ 1-2 കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പുളി കുറവാണെങ്കിൽ പുളി ചേർത്ത് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യുക. പുളി കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞ അളവിലാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചേർത്തിരിക്കുന്നതെങ്കിൽ. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഞാൻ ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യട്ടെ. അതിനുശേഷം നമുക്കിനി ആ മുളക് പൊടിയുടെ പച്ചക്കുത്ത് മാറാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ ഏകദേശം പരിപാടിയൊക്കെ ആയിക്കഴിഞ്ഞു. ഇതിങ്ങനെ ഉരുട്ടി വെക്കണം എന്നുണ്ടെങ്കിൽ ഉരുട്ടി വെക്കാം. പക്ഷേ ഇങ്ങനെ വിടർത്തി ഇട്ടിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നതാണ് നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഉരുട്ടി വെക്കണമെങ്കിൽ ഉരുട്ടി വെക്കാം കേട്ടോ. ഞാനപ്പോൾ ഇതുപോലെ ഇങ്ങനെ വിടർത്തി ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്ത് മുളക് പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ വറവിടാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വളരെ ചെറിയ അളവിൽ മാത്രം വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. ഞാനിപ്പോൾ ചെറിയ അളവിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ മതി. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മൾ ചമ്മന്തി ഏത് പ്ലേറ്റിലാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ വേറെ ബൗളിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് ഞാനിപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങി. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർക്കാം. ഇനി ഉഴുന്നൊന്ന് കളർ മാറി വരട്ടെ. ഉഴുന്നൊന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങിയാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കളർ മാറിപ്പോണ്ട. ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക്, അതുപോലെ തന്നെ 4-5 ഇതിൽ കറിവേപ്പില, ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ചമ്മന്തിയിലേക്ക് വറവിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി നല്ല ഭംഗിയായിട്ട് ബൗളിൽ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ വറവും കൂടി ചേർത്ത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് കഴിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, നമ്മൾ ചെറിയ അളവിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ. ആ വെളിച്ചെണ്ണ ഈ ഒരു ചമ്മന്തിയുടെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആവണം. അപ്പോഴാണ് നമ്മുടെ മുളക് പൊടിയുടെ ആ ഒരു കുത്തൽ മാറിക്കിട്ടുക. അപ്പോൾ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിക്കുക. അത്രേ ഉള്ളൂ ഈ ഒരു ചമ്മന്തിയുടെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.